ഈ കോക്രോച്ച് പാർട്ടിയുടെ സമരം ഏതാണ്ട് പൊളിഞ്ഞ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യം വാങ്ചുക്ക് ഇന്നലെ അദ്ദേഹത്തിന്റെ നിരാഹാര സമരം പിന്നെ അവരുടെ പ്രതിനിധികൾ BJP പ്രതിനിധികൾ പോയി നാരങ്ങ വെള്ളമൊക്കെ കൊടുത്ത് തീർന്നു. ഏതായാലും പ്രധാനമന്ത്രി ഇടപെട്ടു. പ്രധാനമന്ത്രി ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഏതായാലും ഈ സമരം പൊളിഞ്ഞതുപോലെയാണോ പോകുന്നത്? എന്താ സംശയം? 8 നിലയെ പൊളിഞ്ഞു. ഇപ്പോ ആവശ്യം എന്താണ്? വിദ്യാർത്ഥികളുടെ ഭാവി, ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. ഇപ്പോൾ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ഭരണാധികാരി അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആ വിഷയത്തിൽ ഉചിതമായ നടപടി എടുക്കുക എന്നുള്ളതാണല്ലോ. ഇതിനോടകം ആ നടപടി എടുത്തു. പക്ഷെ അത് ഇവർക്ക് ബോധ്യമാകാത്തതിന്റെ പേരിലാണ് ഈ സമരങ്ങൾ അത്രയും നടന്നത്. അതിൽ അന്വേഷണം, ഇതില് ഏറ്റവും രസകരമായ സംഗതി, ഇതിലൊരു അട്ടിമറി നടന്നു എന്ന് കണ്ടെത്തിയത് തന്നെ കേന്ദ്ര ഏജൻസിയാണ്, ദേശീയ പരീക്ഷാ ഏജൻസിയാണ്. അവർ സ്വയം കണ്ടെത്തി സ്വയം തെറ്റിതിരുത്തുകയാണ് ചെയ്തത്. അല്ലാണ്ട് ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടായതിന്റെ പേരിൽ തെറ്റിതിരുത്താൻ നിർബന്ധിതമായ ഒരു സാഹചര്യം അവരാരും കണ്ടുപിടിച്ചല്ല. അതെ, ഒരു പ്രശ്നം ഉണ്ടായി എന്ന് കണ്ടെത്തി അതിൽ നടപടിയെടുത്തു. അതില് കുറ്റക്കാരായവരെ തടവിലാക്കി, പരീക്ഷ രണ്ടാമത് നടത്തി, ഫലം പ്രസിദ്ധീകരിച്ചു. അങ്ങനെ അതിൽ അർഹരായ കുട്ടികൾ അവർ മധുരപലഹാരം വിതരണം ചെയ്ത് ആഘോഷമായിട്ട് പോകുന്നു. അപ്പൊ ഈ സമരം ചെയ്യുന്നത് ഇതിലൊന്നും പെടാത്ത കുറെ എന്താ പറയാ അലമ്പുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച കുറച്ചു പേരാണെന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ഇനി ഉത്തരവാദിത്തപ്പെട്ടൊരു ഭരണാധികാരി, ഏതായാലും രാജ്യതലസ്ഥാനത്ത് ഇത്രയും വലിയൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും. കുരുമുളക് സ്പ്രേ വരെ കൊണ്ടുവന്ന വിദ്യാർത്ഥികളൊന്നും അല്ല വന്നിരിക്കുന്നേ, ഹരിയാനയിൽ നിന്നും അവിടുന്ന് മറ്റ്, അതായത് ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി വന്നവരാണ് ഭൂരിഭാഗം. ക്രിമിനലുകളുണ്ടെന്നാ അതിലൊരു ചെറിയൊരു വിഭാഗം ഇതില് അവകാശ സമരം നടത്തുന്ന ചെറിയൊരു വിഭാഗമുണ്ട്. ബാക്കിയുള്ളതെല്ലാം കൂട്ടത്തിൽ കൂടി ആളാവാൻ വന്നവരാണ്. എന്തു ആയിക്കോട്ടെ, രാജ്യതലസ്ഥാനത്ത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരി എന്ത് ചെയ്യണം? അതിൽ ഇടപെടണം. പ്രധാനമന്ത്രി ഇടപെട്ടു. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് നമുക്ക് പൊതുവേ ഒരു ചിത്രമുണ്ടല്ലോ. അദ്ദേഹം വാർത്താ സമ്മേളനം, അത്തരം മാധ്യമങ്ങളെ നേരിട്ട് ബന്ധപ്പെടാത്ത ഒരാളാണ്. ലോക വേദികളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരം, സ്വീകാര്യത നമ്മൾ, അങ്ങനെയുള്ളൊരു മനുഷ്യൻ രാത്രിയിൽ സെൽഫി വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവരോടുള്ള കരുതലുള്ളത് കൊണ്ടാണല്ലോ അത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നേരത്തെ ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു അതേപോലെ എന്തെങ്കിലും വാർത്താക്കുറിപ്പ് ഇറക്കേണ്ട കാര്യമുള്ളൂ. അദ്ദേഹം ഒരു സെൽഫി വീഡിയോ എടുത്ത്, ആ വീഡിയോ കാണുമ്പോൾ അറിയാം അത് ഒരു വ്യക്തത ഇല്ലാത്ത ഒരു വല്ലാത്തൊരു ഫിഗറാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. കുറച്ചുകൂടി ഭംഗിയായിട്ട് വേണമെങ്കിൽ ഒരു റെക്കോർഡ് ചെയ്തൊരു വീഡിയോ സന്ദേശമായിട്ടൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് അതിനൊന്നും തുനിയാതെ രാത്രി സമയത്ത് അദ്ദേഹം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അത് ആ കുട്ടികളോടുള്ള കരുതൽ ഉള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇക്കാര്യത്തിൽ ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഉചിതമായ നടപടി ഉണ്ടാകും. പിന്നെ ഡൽഹി ഹൈക്കോടതി എടുത്ത നിലപാടും ഇതിൽ നിർണായകമാണ്. ഡൽഹി ഹൈക്കോടതി പറഞ്ഞെന്തേക്കാം, ഫാസ്റ്റ് ട്രാക്ക് കോടതി ഉണ്ടാക്കിയിട്ട് ഇതിൽ ഉടനെ തീരുമാനം ഉണ്ടാക്കും. അപ്പൊ സാധാരണഗതിയിൽ ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നത്തിന് സൊല്യൂഷനാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ അതിന് കൃത്യമായ നടപടികൾ ഉണ്ടായി കഴിഞ്ഞു. പക്ഷെ ഇതൊന്നും അല്ലല്ലോ. ഇവരുടെ ഉദ്ദേശം ഈ സൊല്യൂഷൻ ഉണ്ടാക്കലല്ല, രാഷ്ട്രീയമായ മുതലെടുപ്പാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി അതായിരുന്നു ആവശ്യം. ഇതല്ല, കേന്ദ്ര സർക്കാരിനെ എങ്ങനെയെങ്കിലും പ്രതിക്കൂട്ടിലാക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെച്ചാൽ ഒരു ബോണസ് ആയിട്ട് കിട്ടണം. ഇതാണ് ഇവരുടെ ആവശ്യം. ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ സന്ദേശത്തിൽ പറയുന്നു, ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് കരുതലുണ്ട്, അതിൽ ഉചിതമായ നടപടി ഉണ്ടാകും. ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള എന്തൊക്കെ നടപടി എടുക്കണോ അതെല്ലാം എടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നു. ഒരു സമരം ഉണ്ടായാൽ അത് ഏകപക്ഷീയമായിരിക്കരുത് എന്നുള്ളതാണ് ഒരു പൊതു തത്വം. രണ്ടു കൂട്ടരും നെഗോഷിയേറ്റ് ചെയ്ത്, ഒരു കടുംപിടുത്തം ഒരു സമരത്തിനും ശാശ്വതമല്ല. നിങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കുക, അവരതിനെ പ്രതിവിധികൾ നിർദ്ദേശിക്കുന്നു. ഒരു രമ്യതയിൽ എത്തുക എന്നുള്ളതാണ് ഏതൊരു സമരമാർഗത്തിന്റെ നമ്മുടെ ശീലം അതാണ്. അല്ലാണ്ട് ഏകപക്ഷീയമായ ഇപ്പൊ വിപ്ലവ സമരങ്ങൾ പോലും അവസാനം അത് വന്ന് അവസാനിക്കുക ഇതേപോലുള്ളൊരു ഒത്തുതീർപ്പ് സന്ധിയിലായിരിക്കും. അപ്പൊ അതിനുള്ള വ്യവസ്ഥകൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നുള്ളതാണ് രണ്ടു കൂട്ടർക്ക് അഭികാമ്യം. അല്ലെങ്കിൽ ഭരണമാണ്, ഭരണത്തിന് അതിൻ്റെതായ മെഷീനറികളുണ്ട്, പോലീസുണ്ട്, പട്ടാളമുണ്ട്, നിഷ്പ്രയാസം നിർദാക്ഷിണ്യം ഇത് അടിച്ചമർത്താവുന്നതേ ഉള്ളൂ. കാരണം ഇതിന്റെ ഈ സമരത്തിന്റെ മെറിറ്റ് അത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സർക്കാരിന് നടപടിയെടുത്താൽ പൊതുജനത്തോട് വിശദീകരിക്കേണ്ട യാതൊരു കാര്യമില്ല. അത് പൊതുജനങ്ങൾക്ക് ഇതിനോടകം തന്നെ ബോധ്യമായി കഴിഞ്ഞു. ഇതുവരെ ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഈ സമരത്തിൽ വല്ലാണ്ട് അങ്ങ് ഇടപെടുന്നുണ്ടല്ലോ. രാജ്യത്ത് ആദ്യമായിട്ടുണ്ടായ ഒരു ചോദ്യപേപ്പർ ചോർച്ചയാണോ? അല്ലല്ല, ഒരിക്കലും അല്ല. സംസ്ഥാന തലങ്ങളിൽ ഇപ്പൊ എന്തിനു പോകുന്നു? ഇവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകരും ഇവിടുത്തെ ഭരണപക്ഷ അനുകൂലികളും ഒക്കെ മുഖ്യമന്ത്രി അടക്കം പോയി അവിടെ കുത്തിയിരുന്നു. 2019 ഇവിടെ PSCയുടെ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ നടന്ന തട്ടിപ്പ് എന്തായിരുന്നു? ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും സമരങ്ങൾ നടക്കുന്നുണ്ടല്ലോ. PSC ആണ്, പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. PSCയില്
SFI അനുകൂലികളായിട്ടുള്ളവർ 1ഉം 2ഉം റാങ്കിൽ വന്നതും ഒരാൾ 29ാമത്തെ റാങ്കിൽ വന്നതും അത് പോലീസ് അന്വേഷണം നടത്തി അതിൽ നടന്ന തട്ടിപ്പ് എന്താണെന്ന് പൊതുജന മധ്യത്തിൽ വന്നതാണ്. ആ സമയത്തൊന്നും ഇവർക്ക് ഈ അവകാശ പോരാട്ടത്തിനൊന്നും തോന്നലുണ്ടായില്ലേ? ഇതൊരു സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെ സീസണൽ ഭക്തി എന്ന് പറയുന്നത് പോലെ സീസണൽ പ്രതികരണമാണോ ഇത്? ഇത്തരം യുവജനങ്ങളെ കുറിച്ച് അത്ര വലിയ ചിന്തയുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും സമരസജ്ജരാകണമല്ലോ. അല്ല, ഇവിടെ ഇപ്പൊ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആയതിനു ശേഷം ജനശ്രദ്ധ നേടുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെ ചാടി വീഴുന്നുണ്ടായില്ലേ? അതായത് ഉന്തിനൊപ്പം ഒരു തള്ളു കൊടുത്താൽ അതിന്റെ വാങ്ങലി ഞങ്ങൾക്കും കിട്ടും. അതെ, ഈ എന്തിന് സച്ചിൻ തെണ്ടുൽക്കർ പോലും ഇതിന് ഈ സമരത്തെ സംബോധന ചെയ്തുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അവിടെ ഭരണകൂടത്തെ അല്ലെങ്കിൽ സർക്കാർ മെഷീനറിക്കുണ്ടായ വീഴ്ച എന്താണ് അതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, അദ്ദേഹം 2 കുട്ടികളുടെ പിതാവാണ്, അത് സ്വാഭാവികമായിട്ട് പ്രതികരിക്കും. പക്ഷെ ഇവിടെ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിക്കപ്പുറമുള്ള കാര്യങ്ങൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇതിനപ്പുറം ഒരു സൊല്യൂഷൻ എന്താണ്? ആ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതുകൊണ്ട് ഈ റദ്ദാക്കപ്പെട്ട പരീക്ഷ, അതിന്റെ ഫലം, ഇപ്പൊ കുട്ടികൾ ആത്മഹത്യ പോലും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഈ പരീക്ഷയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട്. അതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഒരു സിസ്റ്റം ആകുമ്പോൾ അതിന് വീഴ്ചകൾ ഉണ്ടാകും. സത്യത്തിൽ ഇതിന്റെ ഒരു പീക്ക് ടൈമിലാണ് ഈ ഒരു ആവശ്യം പറഞ്ഞെങ്കിൽ ചിലപ്പോൾ രാജിവെച്ചേനെ. ഈ 2 മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് പറയുമ്പോൾ ഇത് തികഞ്ഞ അല്ല ചേട്ടാ, ഒരു രാജി കൊണ്ട് എങ്ങനെയാണ്? രാജി കൊണ്ട് അതിനൊരു മറുപടി ഒന്നും ആകത്തില്ല. അതായത് ഒരു വീഴ്ച ഉണ്ടായാൽ അതിന് പരിഹാരമാണ് ഉണ്ടാകുന്നത്. അതുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ മന്ത്രിയുടെ രാജി കൊണ്ട്, അതായത് ആ പരീക്ഷയും കഴിഞ്ഞു, അതിന്റെ റിസൾട്ടും പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടും മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് ഉദ്ദേശശുദ്ധിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ആ സിസ്റ്റത്തിന്റെ വീഴ്ച എന്താണോ അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഏതായാലും സോനം വാങ്ചുക്ക് നിരാഹാരം കടന്നു. ഇപ്പോ വരുന്ന വാർത്തകൾ സോനം വാങ്ചുക്കും പാറ്റ പാർട്ടിയും 2ഉം 2ആയി. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യം, ഈ കോക്രോച്ച് പാർട്ടി എന്തിനാണ് ഇത് സമരം തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേര് തന്നെ ഉണ്ടായത് തന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജിന്റെ പരാമർശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് അതിനെ പറഞ്ഞിരിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അവർക്കിപ്പോ അതിപ്പോ ഏതൊരു വിഷയത്തിലും സമരം ചെയ്യാനും പ്രതികരിക്കാനും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുള്ള അവകാശം ഓരോ പൗരനും ഇന്ത്യൻ ഭരണകൂടം കൊടുക്കും. അതുപോലെ ഇതിന് വേറൊന്നും കൂടെ ഇവിടെ ഇപ്പൊ കിടന്ന് സംസാരിക്കുന്നുണ്ട്. സുപ്രീം കോടതി ഇന്നലെ ആ വീഡിയോ കാണാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പാറ്റ പാർട്ടിയെ പാറ്റ എന്ന പ്രയോഗം നടത്തിയ ജഡ്ജി തന്നെ പറഞ്ഞു അതൊന്നും കാണാൻ നേരമില്ലെന്ന് പറഞ്ഞു. അതിനെയൊക്കെ മുഖ്യധാര മാധ്യമങ്ങളെടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. അല്ല, അതായത് ഓരോ വിഷയം ഇപ്പൊ കോടതി ചില കാര്യങ്ങളിൽ നമ്മൾ പൊതുതാൽപര്യ ഹർജിയുമായി സമയം വിലപ്പെട്ടതാണ്. പൊതുതാൽപര്യ ഹർജിയായിട്ട് കോടതിയെ സമീപിക്കും, കോടതി എടുത്തങ്ങ് കൊടുക്കും, എന്നിട്ട് ആ ഹർജി കൊണ്ടുവന്നതിന് പിഴയും ചുമത്തും. കാര്യം എന്താ? കോടതിയിലെ വിലപ്പെട്ട സമയം പാഴാക്കാനുള്ളതല്ല. ഇതേപോലെ ഇതിന്റെ പിന്നിൽ നടക്കുന്നത് എന്താണെന്ന് പകൽ പോലെ എല്ലാവർക്കും വ്യക്തമാണ്. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട്, കാരണം ജനാധിപത്യ രീതിയിൽ ഇവിടെ ഭരണകൂടത്തിനെതിരെ നടപടി എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വളഞ്ഞ വഴിയിൽ എന്താണ് മാർഗം? ഈ പറയുന്ന പ്രക്ഷോഭത്തിന് അത്യാവശ്യം മീഡിയ അറ്റൻഷൻ കിട്ടുന്നുണ്ട്, കുറെ യുവജനങ്ങൾ ഡൽഹിയിൽ വന്ന് തമ്പടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് രാഷ്ട്രീയ ലാഭം ഞങ്ങൾക്കും കൂടി കിട്ടട്ടെ. അല്ലെങ്കിൽ ഇവരായിട്ട് എന്തെങ്കിലും ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, പാറ്റ പാർട്ടിയുടെ സമ്മർദ്ദ ഫലമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ക്ഷീണം ഇവിടെ സംഭവിക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കാണ്. കാര്യം അവരെ കൊണ്ട് സാധിച്ചില്ല. അപ്പൊ എങ്ങാനും പറ്റിപ്പോയാലോ, അപ്പൊ ഞങ്ങളും കൂടി ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കണം. ഏതായാലും സോനം വാങ്ചുക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം നിരാഹാരം കടന്നു. നമ്മുടെ കേന്ദ്രമന്ത്രിമാർ അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പൊ അദ്ദേഹം ഉന്നയിച്ച ആവശ്യം ഈ സമരം ചെയ്തതിന്റെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കപ്പെടണം. പിന്നെ അദ്ദേഹത്തിന് ബോധ്യമായി ഈ സമരം പ്രഖ്യാപിക്കപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയും നീറ്റ് കുറ്റമറ്റതാക്കണമെന്നായിരുന്നു ആവശ്യമെങ്കിൽ ഇപ്പോ അത് ഉമർ ഖാലിദിന്റെ വിടുതലും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കലും കശ്മീരിലെ വിഷയവും എല്ലാം വലിച്ചിടുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, ബാബറി മസ്ജിദ് വിഷയം പോലും ഇതിനിടയിൽ വലിച്ചിടുന്നു. അപ്പൊ ഇതിന്റെ പ്രശ്നം ഈ യഥാർത്ഥ ഫോക്കസിൽ നിന്ന് മാറി ഇനി അവിടെ സമരം തുടരുന്നത് ഈ സോനം വാങ്ചുക്ക് അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യമായിട്ട് സമരം ചെയ്തവർക്ക് ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാകും. അപ്പൊ അത് മനസ്സിലാക്കിയാണ് സോനം വാങ്ചുക്ക് പതുക്കെ ഇപ്പോ ഇതിനെ പിൻവലിച്ചിരുന്ന മറ്റ് ടീമുകളൊക്കെ ഇപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ മോഡിലോട്ട് മാറിയിട്ടുണ്ട്. അതാണ് വാസ്തവം. ഇനിയിപ്പോ ഈ സമരം ചെയ്യുന്നവർക്ക് ഇപ്പൊ കേന്ദ്ര സർക്കാർ ഇപ്പൊ വലിയ താമസമില്ലാണ്ട് ഈ കാര്യത്തിൽ സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ വരും. കൂടുതൽ കർക്കശമായ നടപടി ഉണ്ടാവും. പക്ഷെ ഞാൻ 101 തരം പറയുന്നു, ഇതിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കില്ല. കാരണം ഇത്തരം ഓലപ്പാമ്പുകൾ കണ്ട് രാജിവെക്കാനാണെങ്കിൽ പിന്നെ ഈ BJP ഇത്രയും കാലം നാട് ഭരിച്ചതിന് ഒരർത്ഥമില്ല.
കാര്യം അത്രയ്ക്ക് ഒരു രാഷ്ട്രീയ പിൻബലമുള്ള, രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള, അല്ലെങ്കിൽ അത്രയ്ക്ക് അടിത്തറയുള്ള ഒരു പാർട്ടിയുടെ. ഈ മുഖ്യധാര മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ ഇത്ര കണ്ടങ്ങ് ഏറ്റുപിടിക്കുന്നത്? ഏത് മുഖ്യധാര ഇപ്പം ഏഷ്യാനെറ്റ് പോലുള്ള പല ചാനലുകളും ഇതിനെ ഏറ്റുപിടിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ ജഡ്ജസിന്റെ പരാമർശം, വീഡിയോ കാണാനൊന്നും സമയമില്ല, കോടതി സമയം വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞതിനൊക്കെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം എടുത്ത് ഭയങ്കരമായിട്ട് ചർച്ചയാക്കി. ശരി, ഇവിടെ കർഷക പ്രക്ഷോഭം ഉണ്ടായി, CAA വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടായി, അല്ലെങ്കിൽ ഇതേപോലെ കലാപ സദൃശ്യമായ പ്രക്ഷോഭങ്ങൾ എക്കാലം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ നിലപാടെന്തായിരുന്നു? ഇതിന്റെ അണിയറയിൽ ആരാണ് എന്നുള്ളത് ആരെങ്കിലും തേടിപ്പോയിട്ടുണ്ടോ? അവിടെ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്, കുറെ വൈകാരികമായ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലോട്ട് വിളമ്പി തന്നിട്ട് അത് അവിടെ നടക്കുന്ന ഇതാണ്. എന്നാൽ ആ ദൃശ്യങ്ങളുടെ അണിയറയിൽ സംഭവിച്ചത് എന്താണെന്ന് ആരെങ്കിലും തേടിപ്പോയിട്ടുണ്ടോ? അങ്ങനെ തേടിപ്പോയവർ നൽകുന്ന റിപ്പോർട്ടുകൾ ഇവര് വാർത്താ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ടോ? ഇതിന്റെ പിന്നില് വലിയ രീതിയിലുള്ള വിദേശ ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലുണ്ട്. അപ്പൊ അത് എത്രത്തോളം വാർത്താ പ്രാധാന്യം വന്നിട്ടുണ്ട്? അവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ദൃശ്യം വന്നു. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരു പോലീസ് വാഹനം തടയുന്നു. സമാനമായ ദൃശ്യം ബംഗ്ലാദേശിലും ഉണ്ടായിട്ടുണ്ട്. അവിടെ നടന്ന കലാപം എന്തായിരുന്നു? അപ്പൊ ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളുണ്ട്, മുംബൈയിലാണെന്ന് തോന്നുന്നു. അല്ല, ഇവിടെ പറയുന്നത് ഈ ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ആ പെൺകുട്ടിക്ക് കിട്ടിയ ഫോളോവേഴ്സിന്റെ എണ്ണം അതൊരു മോഡലാണ്. കിട്ടിയ അവസരം മുതലാക്കിയതായിട്ടും ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. വലിയ രീതിയിൽ അവർക്ക് ഫോളോവേഴ്സ് കൂടി, അവര് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് വാർത്തകൾ വരുന്നു. അപ്പൊ ഇതൊരു അവസരമായിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ സെലിബ്രിറ്റികളായിട്ടുള്ളവർ, വിസ്മൃതിയിൽ ആണ്ടുപോയ പലരും, അല്ലെങ്കിൽ ഇപ്പൊ ലൈം ലൈറ്റിന്റെ ഇത് കിട്ടാത്ത പലരും ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടേ എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ഈ രംഗത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ മലയാളികളായിട്ടുള്ളവർ പോലും, മുമ്പ് പല കേസുകളിൽ പെട്ടവർ പോലും ഇപ്പൊ വലിയ വിശുദ്ധരാകാൻ വേണ്ടി ഇതിന്റെ പേരിൽ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ ആവശ്യം എന്താ? ഇതിന്റെ കോർ ആവശ്യം, സമരത്തിന്റെ യഥാർത്ഥ ആവശ്യം നീറ്റ് ആണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ആ പരീക്ഷ രണ്ടാമത് നടക്കുകയും ചെയ്തു. ആ വിദ്യാർത്ഥികളുടെ ഫലപ്രഖ്യാപനം വന്നു. അതിൽ വിജയികളായവർ അവർ ആഹ്ലാദ പ്രകടനമായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ അവിടെ നടക്കുന്നത് ഇതില് കുറച്ചൊക്കെ അലമ്പുണ്ടാക്കണം എന്ന് ബോധപൂർവ്വം ഇറങ്ങി തിരിച്ചവർ മാത്രമാണ്. അവരുടെ ഉദ്ദേശശുദ്ധിയിൽ പൊതുജനങ്ങൾക്ക് വലിയ സംശയമുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി എന്തു ആയിക്കോട്ടെ, രാജ്യ തലസ്ഥാനത്ത് ഇത്തരം ഒരു സംഗതി നടക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം അതിൽ ഇടപെടുന്നുണ്ട്, അതിൽ നടപടിയെടുക്കുമെന്ന് ഉറപ്പ് തരുന്നുണ്ട്. പക്ഷെ ആ ഉറപ്പുകളൊന്നും പോരാ. ഇപ്പോ കോക്രോച്ച് പാർട്ടിയുടെ ലേറ്റസ്റ്റ് പ്രതികരണം എല്ലൊടിഞ്ഞതിന് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പോലെ, ബാൻഡേജ് ഒട്ടിക്കുന്നത് പോലെയാണ് ഈ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ. ഒരു ഭരണാധികാരിക്ക് ഇതിൽ കൂടുതൽ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോ ഈ റദ്ദാക്കപ്പെട്ട പരീക്ഷ പ്രധാനമന്ത്രി പോയി രണ്ടാമത് എഴുതി കൊടുക്കാൻ പറ്റുമോ? ഒരു സിസ്റ്റത്തിന് ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കപ്പെടുക എന്നുള്ളത്, അത് പരിഹരിക്കാൻ നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ലോകത്തെ ഏത് ഭരണാധികാരിക്കും ചെയ്യാൻ പറ്റുക. അത് നടപടി ഉണ്ടായിട്ടുണ്ട്. നടപടി എടുത്തില്ലെങ്കിൽ ഇവർ ഈ പറയുന്നത് ന്യായമായ ആവശ്യമാണ്. നടപടി എടുത്തിട്ടുണ്ടല്ലോ, പിന്നെന്താണ് ഇവരുടെ പ്രശ്നം? ഏതായാലും സമരം പൊളിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ അതിന്റെ പിന്നിൽ അണിനിരക്കുന്നവർ മറ്റേ മോഡിലാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ, അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും സോനം വാങ്ചുക്ക് പോയി ഈ സമരത്തിൽ ഈ നീറ്റ് എന്ന് പറയുന്ന ആവശ്യവുമായിട്ട് അവിടെ അണിനിരുന്നവർക്ക് ഇപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ യഥാർത്ഥ, അല്ലെങ്കിൽ ഇനിയും നിന്നു കഴിഞ്ഞാൽ അവിടെ വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാകും. തങ്ങളടക്കം, തങ്ങളുടെ ഭാവി അടക്കം, വിദ്യാർത്ഥികളടക്കമുള്ളവരുണ്ട്. ഈ നീറ്റ് പരീക്ഷയ്ക്കൊക്കെ വേണ്ടി തയ്യാറെടുത്തത് വളരെ കരിയർ ഓറിയന്റഡ് ആയിട്ട് പഠനം നടത്തിയ വിദ്യാർത്ഥികൾ, അവരുടെ കരിയറിനെ പോലും അവരുടെ ഭാവിയെ പോലും ബാധിക്കുന്ന തരത്തിൽ ഈ സമരം ഒരു അക്രമ സമരമായി മാറാനുള്ള സാധ്യതയുണ്ട്. അവർ പലരും ഇപ്പൊ പിൻവാങ്ങുന്നുണ്ട്. ഇനിയും അവിടെ തുടരുന്നത്, നമ്മൾ ഡൽഹി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കുറേയധികം കലാപങ്ങളുണ്ട്. ഇപ്പോ JNUവിൽ നടന്ന സമരങ്ങളായിക്കോട്ടെ, CAA വിരുദ്ധ പ്രക്ഷോഭം ആയിക്കോട്ടെ, ഡൽഹി കലാപം ആയിക്കോട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ വിരുദ്ധരായിട്ട് അഴിഞ്ഞാടിയ പലരും ഡൽഹി തെരുവുകളിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട്. അവരിൽ വലിയൊരു ഭാഗം ഇപ്പോഴും ഈ സമരത്തിന്റെ പേരിൽ അവിടെ ഇപ്പോഴും തമ്പടിക്കുന്നുണ്ട്. അത് പൊതുജനം തിരിച്ചറിയും.